2025 ജൂൺ 28 എറണാകുളം ബോട്ടിയെട്ടിയിലുള്ള TK രാമകൃഷ്ണൻ മെമ്മോറിയൽ ഹാൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ 13ാമത് സംഗമവേദിയായി മാറി. ജീവിതത്തിലെ ഒരു മുഴുവൻ അധ്യായവും തീർത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്തെ ഓർമ്മകളുമായി ഒരു കൂട്ടം സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിച്ച് കൂടി. പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ട് പോലും വളരെ ഉത്സാഹത്തോടെ 10 മണിക്ക് തന്നെ 70ഓളം അംഗങ്ങൾ ഹാളിൽ നിറഞ്ഞു. കസേരകൾ വൃത്തത്തിലിട്ട് പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു വേദി ഒരുക്കിയിരുന്നത്. മൺമറഞ്ഞു പോയവരെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. അന്നത്തെ സൗഹൃദങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുതിയതായി നിലനിൽക്കുന്നതായി തോന്നി. ആത്മസാന്ദ്രമായ ഒരു അനുഭവമായിരുന്നു ഇത്. ശേഷം അനന്തപത്മനാഭൻ സാറിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള വിശദമായ ബോധവൽക്കരണ ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇൻഷുറൻസിനെ സംബന്ധമായ വിഷയങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം അവസാനിപ്പിച്ചത്. കലാകാരന്മാരായ MC ശിവദാസ്, ശിവസ്വാമി, ഐശ്വര്യ മുരളി, കാർത്യായനി, സുശീലാബായി എന്നിവർ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു. കൊല്ലത്തു നിന്നും ഭാര്യ ഗീതയോടൊപ്പം വന്ന ഗോകുലനാഥൻ്റെ തബല എല്ലാവരും നന്നായി ആസ്വദിച്ചു. തുടർന്ന് ആദരിക്കൽ ചടങ്ങായിരുന്നു. ആദ്യമായി ആദരിക്കപ്പെട്ടത് ശ്രീ MC ശിവദാസനാണ്. അദ്ദേഹം സോൾസ് ഓഫ് കൊച്ചിൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് വിവിധ കായിക, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നെ ആദരിച്ചത് തബല വിദ്വാൻ ശ്രീ ഗോകുലനാഥനെയാണ്. അടുത്തത് CK അശോകനെയായിരുന്നു. ഞാൻ 1975 കാലഘട്ടങ്ങളിൽ മഹാരാജാസ് കോളേജിൽ BSc പഠിക്കുന്ന സമയത്ത്, അടിയന്തരാവസ്ഥ സമയത്ത് സ്റ്റുഡൻസ് യൂണിയനിൽ പ്രവർത്തിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് 15 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ സഹപ്രവർത്തകർ അനുസ്മരിച്ചതാണ്. പിന്നീട് ആദരിക്കപ്പെട്ടത് ശ്രീ മുരളീധരൻ്റെ മക്കളായ ആതിര മേനോനും ഐശ്വര്യ മേനോനുമാണ്. രണ്ടുപേരും കുസാറ്റിൽ നിന്ന് MBA പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയതിനാണ്. ആതിര 1ാം റാങ്കിലും ഐശ്വര്യ 92% മാർക്കിലുമാണ് പാസ്സായത്. 1:30 മണിയായപ്പോൾ വിഭവസമൃദ്ധമായ ലഞ്ച് കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം മെൻ്റലിസ്റ്റായ ശ്രീ ജോൺ കുറച്ചധികം മാജിക് കാണിച്ച് ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിട്ടയർ ചെയ്തവരുടെ കൂട്ടായ്മയാണ് ഒറ്റപ്പെടലുകൾ, അടുത്ത വീടുകളിലോ ഫ്ലാറ്റുകളിലോ ഉള്ള സഹജീവിതം അവരുടെ മനസ്സിനും ആരോഗ്യത്തിനും പുതുമയും നന്മയും പകരുന്നതാണ്. റിട്ടയർ ചെയ്തവരുടെ ജീവിതം ചിരികളും പഴയ ഓർമ്മകളും നിറഞ്ഞ കൂട്ടായ്മയായി മാറുന്നു. അങ്ങനെ പരസ്പര സഹായികളായി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് ശ്രീ M രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു. കൂട്ടായ്മയുടെ മൂല്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും അതിനു പറ്റിയ ബിൽഡിംഗ്
നിർമ്മാണത്തെക്കുറിച്ചും ഇപ്പോൾ ബിൽഡിംഗ് ഡിസൈനറായ ശ്രീ മുഹമ്മദ് അലിയും സംസാരിച്ചു. ശേഷം ഗ്രൂപ്പ് ഫോട്ടോ സെഷനായിരുന്നു. ഒരു ദിവസം മുഴുവൻ നല്ല ഓർമ്മകളുമായി നമ്മൾ കഴിഞ്ഞു. സംഘാടകരായ ശ്രീമാന്മാർ പി എൽ ജോസ്, മാത്യു പി എബ്രാഹാം, മോഹനചന്ദ്രൻ നായർ, മുരളീധരൻ, ശശികുമാർ എസ്, വിനോദ് മേനോൻ എന്നിവരെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാനാവില്ല. നമുക്കേവർക്കും കൃത്യമായ ഒരു ദിവസം സമ്മാനിച്ച അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിട പറയുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.